കണ്ടോ എന്റെ ഇറബിക്ക്? ഒന്നും സംഭവിക്കില്ല. ഇല്ല വേണ്ട, ഞാൻ താഴേക്ക് വീഴും. ഇത് താഴേക്ക് ഇറക്ക്. ആരെങ്കിലും രക്ഷിക്ക്. നീ തന്നെ താഴേക്ക് വന്നാ മതി. ഇട ഞാൻ പൂച്ചയല്ല, ഡോഗിയാണ്. എനിക്ക് മരത്തിന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. കഴുത് ഇറങ്ങാനല്ല, ചാടാനാ പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ അല്ലേ? ഞാൻ തന്നെ ഇറക്കി വിടാം, സംശയമുണ്ടോ? പതുക്കെ. ഇട താഴേക്ക് ഇറക്കാനാ പറഞ്ഞത്, മുകളിലേക്ക് കയറ്റി വിടാനല്ല. രക്ഷിക്ക്, ആരെങ്കിലും രക്ഷിക്ക്. കിറ്റി, കിറ്റി, നീ എന്തിനാ അങ്ങനെ കിടന്ന് കരയുന്നേ? ഞാൻ കരയല്ല, ഞാൻ വിഷമിക്കുക. കൊച്ചളിയാ, ഇവള് വിഷമിക്കാത്രേ. ഇവളുടെ വിഷമം മാറ്റാൻ നമുക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്താലോ? ഇട കഴുതേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ നിന്റെ വിഷമം? അച്ഛന്റെ ഓർമ്മ വന്നെനിക്ക്. അച്ഛൻ എത്ര നല്ല സ്ഥലങ്ങളിലല്ലേ എന്നെ കൊണ്ടുപോകുന്നറിയോ? എന്നാ വാ, നിന്നെ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാം. അത് ഞാൻ 10 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? കാട്ടിനകത്തെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അതിമനോഹരമായ പൂക്കളൊക്കെ പൂക്കും. കൊള്ളാലോ. കൊള്ളാം, മനോഹരമായ മഴവില്ലേ. എനിക്ക് എവിടേക്ക് പോവണം? എന്നാ പോവാം, വാ. എനിക്ക് വഴിയൊന്നും ഓർമ്മയില്ല. സൂര്യൻ ഉദിക്കുന്ന ഏതോ ഒരു ദിക്കിലാണെന്ന് മാത്രം അറിയാം. എനിക്കിനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല. അവിടെ നിന്നുകൊണ്ട് മഴവില്ല് കാണുന്നത് എന്ത് രസാന്നറിയോ? എടാ, എങ്ങനെയെങ്കിലും നമുക്ക് കിറ്റിയെ സഹായിക്കണം. ജിമ്മി പോവാനുള്ള സമയമായി, അതുകൊണ്ട് നമുക്ക് പിന്നെ സഹായിക്കാം. ഇപ്പൊ പോവാം. ഞാൻ കുടുങ്ങി. എടാ ഹണി, ഞാൻ കുടുങ്ങിയടാ. എടാ വേഗം പൊക്ക്. എടാ കഴുതേ, ഈ വെയിറ്റ് വേഗം പൊക്കി മാറ്റടാ. മണ്ണി, നിന്റെ ശ്രദ്ധ എവിടെയാണ്? വെയിറ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധ എങ്ങോട്ടും ചിതറാൻ പാടില്ല. ബ്രോ, ഞാൻ കിറ്റിയെ കുറിച്ച് ആലോചിച്ചു പോയതാ. അവള് വിഷമത്തിലാ. വെയിറ്റ് എടുക്കുമ്പോൾ വെയിറ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. അല്ലെങ്കിൽ മോർച്ചറിയുടെ പുറത്ത് നിനക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? ബണ്ണി ഇപ്പൊ പറഞ്ഞത് ശരി തന്നെയാണ്. കിറ്റി നമ്മുടെ ഫ്രണ്ടാണ്. അവള് ദുഃഖിക്കുന്നത് എന്തായാലും അത്ര ശരിയല്ല. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറയാ. എന്താ പ്രശ്നം? കിട്ടിയെ അവളുടെ അച്ഛൻ ഏതോ മനോഹരമായ സ്ഥലത്ത് കൊണ്ടുപോയത്രേ. അവിടെ പല വർണ്ണങ്ങളിൽ പൂക്കളും പൂക്കും. അവൾക്ക് വീണ്ടും അവിടെ പോകണമെന്നാ പറയുന്നത്. എങ്കിൽ കൊണ്ടുപോ. ആ സ്ഥലം എവിടെയെന്ന് അവൾക്ക് ഒരു ഓർമ്മയില്ല. ആ സ്ഥലത്തെ കുറിച്ച് ആകെയുള്ള ഓർമ്മ അവിടെ സൂര്യൻ ഉദിക്കും. കഴുതേ, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. ശരിയാണ്. തെറ്റാണ്. കിറ്റി അവിടെ പോയിട്ട് കുറെ വർഷമായി. അതുകൊണ്ട് ചിലപ്പോ സൂര്യന് ബോറടിച്ചിട്ട് വേറെ ദിശയിൽ ഉദിച്ചാലോ? കിഴക്ക് മാത്രമേ സൂര്യൻ ഉദിക്കൂ. എന്നാ രാവിലെ തന്നെ നിങ്ങള് കിഴക്ക് നോക്കി പുറപ്പെട്ടോ. യെസ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തളർന്നു പോയടേ. എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി യാത്ര തുടരാം. സംശയമുണ്ടോ? കൊച്ചളിയാ, ഈ മണ്ണ് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇടാ, നീ ചെളിക്കുഴിയിൽ വീഴുന്നിരിക്കുകയാണ്.
താഴ്ന്നോണ്ടിരിക്കുക. ഇല്ല. ഓ, പെട്ടെന്ന് കയറെടുത്തോണ്ട് വാ. ഇപ്പൊ കയർ എവിടെന്നാ കിട്ടുക? വീട്ടിൽ പോയി എടുത്തോണ്ട് വാ. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. നീ വെയിറ്റ് ചെയ്യും, എന്നാൽ ജിയോ മാത്രം ഉണ്ടാവില്ല. സംശയമുണ്ടോ? നീ എന്നെ പിടിച്ചോ. എടാ ഒന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഹണിയുടെ കാത് മാത്രം എന്റെ കാലിലിരിക്കും. സംശയമുണ്ടോ? പോപ്പട്ടെ, എന്നെ പെട്ടെന്ന് രക്ഷിക്ക്. എടാ വിടറാ, ഇങ്ങനെ പോവുകയാണ് നിന്നോടൊപ്പം എന്റെ കാറ്റും പോവും. സംശയമുണ്ടോ? കൊച്ചളിയാ രക്ഷിക്ക്. ഹണി ഇതാ ഇത് വലിച്ചോ. വലിച്ചോ വലിച്ചോ. എടാ കഴുതേ, നീ എന്തിനാ അങ്ങോട്ട് വലിക്കുന്നത്? ഞാൻ വലിച്ചില്ലെങ്കിൽ അവര് മൂക്കുകുത്തി വീഴും. എടാ ഇത് വടം വലി മത്സരം അല്ല. നിന്നെ രക്ഷിക്കുക ഞങ്ങള്. പുറത്തേക്ക് വാടാ. ഓ നോ, എത്ര സമയം വെറുതെ പോയി. വാ വേഗം പോവാം. ആ, നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എനിക്ക് ഈ സ്ഥലം നല്ല ഓർമ്മയുണ്ട്. പക്ഷെ മുന്നോട്ട് പോകാൻ വഴിയില്ലല്ലോ. ആ, ഈ വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി പോണം. ഇറങ്ങാം. ഓയ്, ഓയ്, ഓ, രക്ഷിക്കണേ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ താഴേക്ക് പോന്നേ. പോപ്പട്ട് നീ പറക്ക്. പോപ്പട്ട് പറക്ക്. എടാ അത് പറഞ്ഞു, എനിക്ക് പറക്കാൻ കഴിയുമല്ലോ. എന്റെ പുറം പൊളിച്ചു അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. സോർദാറിന്റെ ഉന്ന അപാരം തന്നെ. ആ മുള്ളംപന്നിയുടെ പുറത്ത് എത്ര കൃത്യമായിട്ടാ ചാടുന്നേ. ഓടിക്കോ. നിക്കാനാ പറഞ്ഞത്? ഇങ്ങോട്ട് ഓടണേ. നിക്ക്. നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് പോകും. നല്ല രസമുണ്ട്. എടാ കഴുതേ, നമ്മൾ ആപത്തിൽപ്പെട്ടിരിക്കുക. നീ സന്തോഷമായിട്ടിരിക്കണോ? അങ്ങോട്ട് നോക്കടാ. അയ്യോ രക്ഷിക്കണേ. ഓ, നമ്മൾ എത്തിച്ചേർന്നു. ഇത് തന്നെയാ സ്ഥലം. ഈ സ്ഥലം മനോഹരമായിട്ടുണ്ട്. ആഹാ, ഓ, ദാ നോക്ക് മഴവില്ല്. യേ. എത്ര മനോഹരമായ പൂക്കളാ. കൊള്ളാലേ, എത്ര മനോഹരമായ സൺസെറ്റാ. താങ്ക് യു. നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ സ്ഥലം വീണ്ടും കാണാൻ സാധിച്ചേ. കൂട്ടുകാരല്ലേ, ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? വരാൻ കഷ്ടപ്പെട്ടെങ്കിലും ഈ സ്ഥലം മനോഹരമായിട്ടുണ്ടല്ലേ. അതൊക്കെ ശരി തന്നെ. എന്നാ ഒരു കാര്യമുണ്ട്, വന്ന അത്രയും ദൂരം നിങ്ങൾ തിരിച്ചു നടക്കണം. സംശയമുണ്ടോ? അതെ, ഇത് നമ്മൾ ഒരിക്കലും ആലോചിച്ചില്ല.